ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പിതാവും മകളും ഉണ്ടായിരുന്നു. ഈ പിതാവ് തൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല, അതിനുള്ള സൗഭാഗ്യമുണ്ടായിട്ടില്ല. മാതാവിൻ്റെ കൂടെ കൂടുതൽ കാലം വസിക്കാനുള്ള ഭാഗ്യവും അയാൾക്കുണ്ടായിട്ടില്ല. അയാൾ ഒരിക്കൽ പ്രഖ്യാപനം നടത്തി, എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, അവളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചതിന് തുല്യമാണ്. ആ പിതാവിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ആ മകൾ കാണിച്ചു തന്നു. പിതാവ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളില്ലാത്ത ദുനിയാവിൽ ഈ മകൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. പിതാവിൻ്റെ ആശ്വാസവാക്കുകൾ, ഈ കുടുംബത്തിൽ നിന്ന് പിതാവിൻ്റെ പിന്നാലെ ആദ്യം വരുന്നത് മോളായിരിക്കുമെന്ന്. കരഞ്ഞുകൊണ്ടിരുന്ന മകളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. ഉപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ലോകത്തെ പഠിപ്പിച്ച ഒരു മകൾ, ആ മകളുടെ പേരാണ് ഫാത്തിമത്തു സഹറ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പല മക്കളും വീട്ടിൽ നല്ല സൗഹൃദത്തിലായിരിക്കും, ഉമ്മമാരോട് നല്ല സ്നേഹ സംഭാഷണത്തിലായിരിക്കും. എന്നാൽ പല മക്കളും കൺസിഡറേഷൻ കൊടുക്കാൻ മറന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ അതിയായ സ്നേഹമുണ്ടാകും, ബഹുമാനമുണ്ടാകും ആ മനുഷ്യനോട്, നമ്മുടെ പിതാവിനോട്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പലരുടെയും മനസ്സ് അനുവദിക്കുന്നുണ്ടാകില്ല. നമ്മളൊക്കെ നമ്മുടെ ഉമ്മമാർക്ക് കൈ കൊടുക്കുമ്പോൾ, അവരോട് കുശലങ്ങൾ പറയുമ്പോൾ, തമാശകൾ പറയുമ്പോൾ, അവർക്ക് ചുംബനങ്ങൾ നൽകുമ്പോൾ, അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ, അതൊക്കെ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും ആ മനുഷ്യൻ. ഒരുപാട് അകന്നു പോയിട്ടുണ്ടാകാം നമുക്കിടയിൽ നിന്ന്, നമ്മുടെ കൂടെ ഒരുപാട് ചേർന്നിരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടാകില്ല. അതാണ് ഓരോ പിതാവിൻ്റെയും നിയോഗം. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് പ്രവാസിയാകേണ്ടി വന്നവരായിരിക്കാം പിതാവ്. ജോലി തിരക്കുകൾക്കിടയിൽ രാത്രി വൈകി വീട്ടിലേക്ക് വരുന്ന പിതാവിന് മക്കളുടെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കാൻ ഒരുപാട് ഒഴിഞ്ഞ സമയങ്ങൾ ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടാകില്ല. അയാൾ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, അദ്ദേഹം കഷ്ടപ്പെട്ടാലേ കുടുംബത്തിൻ്റെ അരച്ചാൺ വയറ് നിറക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ്. ആ മനുഷ്യൻ സ്നേഹം അർഹിക്കുന്നുണ്ട്. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ച് അവസാനം വേണ്ട പരിഗണനകൾ ലഭിക്കാതെ നമ്മുടെ പിതാവിനെ യാത്രയാകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, ബഹുമാനം തുറന്നു കാണിച്ചു കൊടുക്കണം. ആ മനുഷ്യൻ ആസ്വദിക്കട്ടെ, അനുഭവിക്കട്ടെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ പ്രണയം. അസ്സലാമു അലൈക്കും.